ഡേ ഈ ഒരു വീഡിയോ കണ്ടല്ലോ എല്ലാവരും. സംഭവം വേറൊന്നുമല്ല, റോബിൻ ആരതി കല്യാണ വീഡിയോ. അതായത് റോബിൻ ആരതിയെ താരി കെട്ടുന്ന ആ ഒരു വിഷയമാണ് ഈ കാണുന്നതെന്ന് പറയും. അവരുടെ കല്യാണ ദിവസം എടുത്ത വീഡിയോ. പക്ഷെ ഇതെന്താണ് ഇപ്പോൾ കാര്യം എന്ന് പറയുന്നത്? കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് റോബിൻ ആണല്ലോ. കാശ് വാങ്ങിച്ചു എന്നും കാശ് തിരികെ കൊടുക്കാവുന്നതെന്നും അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ റോബിൻ അങ്ങനെ പറഞ്ഞു, റോബിൻ ഇങ്ങനെ പറഞ്ഞു, ആ റോബിൻ്റെ വോയിസ് പുറത്തു വിടുന്നു. അതോടൊപ്പം തന്നെ അതിൽ ആരതി പൊടിയും കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ആരതി പൊടി റോബിന് പിരിയാൻ പോകുന്നു, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം പറച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. എങ്ങനെയും ആരതിയും റോബിനെയും പിരിക്കണം എന്നുള്ള തരത്തിലോട്ടുള്ള ചില എന്താ പറയുക, കേൾക്കുമ്പോഴത്തേക്കും ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ചില പറച്ചിലുകളും അതോടൊപ്പം തന്നെ ചില തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന സിറ്റുവേഷനിൽ ശരിക്കും ആരതി പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് ആരതിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് ആരതി പൊടി ഇട്ട വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇത് ആരതി മനഃപൂർവ്വം ഇട്ടത് തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞവർക്കൊക്കെ തന്നെയുള്ള മറുപടി, അതായത് റോബിൻ ആരതിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു വീഡിയോ തന്നെയാണ് എല്ലാവർക്കും ഉള്ള മറുപടി എന്ന് പറയുന്നത്. ഈ വീഡിയോ ആരതി ഇപ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മറുപടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ റോബിനും ഷെയർ ചെയ്തിട്ടുണ്ട്. ആരതി ഇട്ട ഈ ഒരു വീഡിയോ റോബിനും തൻ്റെ സ്റ്റോറിയാക്കി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിനപ്പുറം ഇനി എന്ത് മറുപടിയാണ് വേണ്ടത്? അവർ തമ്മിൽ ഇപ്പോൾ സ്വരച്ചേർച്ചയില്ല, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ ആകാംക്ഷ ശരിക്കും പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഇതൊക്കെ എന്താ പറയുക, വലിയ തോതിൽ കഥയാക്കി മാറ്റാനും പിന്നെ ഈ പറഞ്ഞ തോതിൽ ഇൻ്റർവ്യൂവിൽ വരെ അത് ചർച്ചയാക്കി മാറ്റാനൊക്കെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള അവസ്ഥയാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ പറഞ്ഞവർക്കും അതോടൊപ്പം തന്നെ ഈ ആരതി റോബിൻ ഈ വിഷയം തന്നെ എടുത്തിട്ട് ഒരുമാതിരി അലക്കാൻ നിൽക്കുന്നവർക്കും ഒക്കെയുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ആരതി പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, അവർ തമ്മിൽ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ശരിയാണ്, റോബിൻ ഈ പറഞ്ഞ രീതിയിൽ ക്യാഷ് ഇഷ്യൂ എന്തെങ്കിലും തരത്തിലൊക്കെ തന്നെ ഉണ്ടാവും. അത് റോബിനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വ്യക്തികളും തമ്മിലുള്ള കാര്യമാണ്. അത് അവർ തന്നെ വേണം ആ ഒരു ഡീലിങ്സ് തീർക്കാനായിട്ട്. അതിനിടയിൽ കൂടി ഈ ആരതി റോബിൻ വിഷയമൊക്കെ തന്നെ എടുത്തിടുക. അതോടൊപ്പം തന്നെ റോബിൻ എന്തോ അങ്ങനെയാണ്, റോബിൻ എന്തോ ആരതിയെ ഇങ്ങനെ കുടുക്കി വെച്ചിരിക്കുകയാണ്, ആരതിയെ കുടുക്കിയതാണ് റോബിൻ, പെടുത്തി വെച്ചിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങൾ. എന്താണ് ആരതി എന്താ മണ്ടിയാണോ ശരിക്കും പറഞ്ഞാൽ? ഒന്നും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയല്ലേ. അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാതെയാണോ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത്? അപ്പൊ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള ആവശ്യമില്ലാത്ത ഈ കുത്തിത്തിരിപ്പ് അത് ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. കാരണം ഇതിലൊന്നും തന്നെ ഇൻക്ലൂഡ് ആവാത്ത ഈ ഒരു വിഷയത്തിൽ റോബിൻ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വ്യക്തികളും തമ്മിലുള്ള വിഷയത്തിൽ ഇൻക്ലൂഡ് ആവാത്ത ഒരാളാണെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഇതിന്റെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങനെ വലിച്ചിഴച്ച് ആ ഒരു തരത്തിൽ ലൈഫിൽ ഒരു കല്ലുകടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? എന്നാൽ ആ ശ്രമിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഇത് വലിയ തോതിൽ ചർച്ചയാക്കുന്നവർക്കുമുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ആരതി ഈ പങ്കിട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് തന്നെ താലി കെട്ടിയ പുരുഷൻ ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ആരതിയെ ഒഴിവാക്കുക, അവരുടെ പേഴ്സണൽ ലൈഫ് ഇതിന്റെ ഇടയിലോട്ട് വലിച്ചിടാനായിട്ട് നോക്കാതിരിക്കുക. റോബിനുമായിട്ടുള്ള വിഷയം അത് റോബിനുമായിട്ട് പറഞ്ഞു തീർപ്പാക്കുകയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയി അത് തീർപ്പാക്കാൻ നോക്കുക. അല്ലാതെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ റോബിനെ ആരതി പൊടി അങ്ങ് പിരിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള മട്ടിലൊക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശവും ചെറ്റത്തരവുമാണെന്ന് മാത്രമേ പറയാവൂ.